കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷത്തിൽ നമ്മൾ കാണുന്ന അയ്യപ്പസ്വാമി ഉണ്ണിമോളെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ ഉണ്ണിമോളുടെ ഓർമ്മശക്തിയൊക്കെ ഉണ്ണിമോൾക്ക് വീണ്ടും കിട്ടുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. എന്ന് നമ്മൾ കണ്ടു ഉണ്ണിമോളും ജീവൻ പുറത്തു വന്നു. മണിമാളയ്ക്ക് പുറത്തു വന്നാൽ ഉണ്ണിമോൾക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ ഉണ്ണിമോളുടെ ഗിരിദേവനും അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കല്ലുവും ജയന്തനും വരുവാണ്. അവര് വന്ന് ഉണ്ണിമോളോട് സംസാരിക്കുമ്പോൾ ഉണ്ണിമോൾക്ക് അവരെ കണ്ട് മനസ്സിലാകുന്നില്ല. ഈ സമയം അവർക്ക് അത്ഭുതമായിരുന്നു. ഇതെന്ത് പറ്റി? കുറച്ച് മുമ്പ് വരെ ഉണ്ണിമോൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. മണിമാളയിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് വരെ. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അപ്പൊ ഗിരിദേവനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, അതെ ഉണ്ണിമോൾക്ക് ഇപ്പൊ നിങ്ങളെ ആരെയും ഓർമ്മയില്ല, പഴയ കാര്യങ്ങളും ഓർമ്മയില്ല. ഉണ്ണിമോളുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളതെന്ന് പറയാം. പക്ഷെ കല്ലൂനും ജയന്തനും എന്താ സംഭവം എന്ന് പോലും മനസ്സിലായില്ല. ഇതിനെക്കുറിച്ച് ഗിരിദേവനോട് ചോദിക്കുമ്പോൾ ഗിരിദേവൻ പറഞ്ഞു, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. കൂടെ ഉണ്ണിമോളും കൂടെ ഉണ്ട്. ഈ സമയം കല്ലു ജയന്തനോട് പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും ജയന്ത ചേട്ടാ? ഉണ്ണിമോളുടെ ഓർമ്മശക്തി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അവളെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോകും? ദേവകി അമ്മേനെ കൊണ്ട് ഉണ്ണിമോളെ ഏൽപ്പിക്കണ്ടേ? ഒരു പക്ഷേങ്കിൽ ദേവകി അമ്മേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോൾക്കും മനസ്സിലാവോ നമ്മുടെ കൂടെയാണ് വന്നത്, അവൾക്കൊരു ആപത്ത് വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഈ സമയം ജയന്തൻ പറഞ്ഞു, നീ പേടിക്കാതെ ഗിരിദേവനും വാവരൊക്കെ ഉണ്ടല്ലോ, നിനക്കറിയാലോ കിഴക്കേവാതിൽ നടന്ന കാര്യങ്ങളൊക്കെ. ഒരു പക്ഷേങ്കിൽ ഇവിടെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കായിരിക്കും എന്ന് പറയാം. കല്ലു പറഞ്ഞു, ശരിയാ, എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു പേടിയൊക്കെ തോന്നുന്നു പറയണം. ഈ സമയം ഉണ്ണിമോളെ കൊണ്ട് ഗിരിദേവനും വാവരും കൂടെ നടക്കുവാണ്. അങ്ങനെ നടന്നു ചെല്ലുമ്പോഴത്തേനാണ് ലീല ഇങ്ങോട്ട് നടന്നു വരുന്നതേ. ലീല ജീവേനെ അന്വേഷിച്ചിട്ടുള്ള വരവായിരുന്നു മണിമാളയിലേക്ക്. അങ്ങനെ വരുമ്പോൾ ഉണ്ണിമോളും ഗിരിദേവനും വരുന്ന കണ്ടു. ഇവരെ കണ്ടതും ഒരു നിമിഷം ഞെട്ടിപ്പോയി ലീല. കാരണം അവർ രണ്ടുപേരും മണിമാളയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ തൻ്റെ മോനും ഇറങ്ങിയിട്ടുണ്ടോ? പക്ഷെ തൻ്റെ മോൻ ജീവ ഇവരുടെ കൂടെ ഇല്ലല്ലോ. ആകെപ്പാടൊരു വെപ്രാളമായി. അങ്ങനെ ലീല ഇവരെ കണ്ടോ അങ്ങോട്ട് ഓടി വരുവാണ്. ഉണ്ണിമോളോട് വന്നിട്ട് ചോദിച്ചു, ഉണ്ണിമോളെ എൻ്റെ മോൻ ജീവനെ കണ്ടോ? എൻ്റെ മോൻ ജീവ എന്തേന്ന് ചോദിക്കുക. ഇത് കേട്ടത് ഉണ്ണിമോൾ ഇങ്ങനെ അമ്പരം നോക്കുവാണ് അവരെ. ഉണ്ണിമോളോട് ചോദിച്ചു കേട്ടില്ലേ, ഉണ്ണിമോൾ എന്തേലും ഒന്ന് പറ, മണിമാളയിൽ കയറിയിട്ട് എൻ്റെ മോൻ ജീവനെ കണ്ടായിരുന്നു ചോദിക്കുക. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞതേ, ഉണ്ണിമോളോട് ചോദിക്കണ്ട, ഉണ്ണിമോൾക്കൊന്നും അറിയില്ല, നിങ്ങളുടെ മുഖം പോലും ഉണ്ണിമോളുടെ മനസ്സിലില്ലെന്ന് പറയാ. നീ എന്താ ഗിരിദേവ പറയണേന്ന് ചോദിക്കുക. അതെ, മണിമാളയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഉണ്ണിമോളുടെ ഓർമ്മശക്തി മുഴുവൻ പോയെന്ന് പറയാ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി ലീലയ്ക്ക്. ഇനി ആരോട് ചോദിക്കും? പെട്ടെന്നുള്ള ഓർത്ത് ഗിരിദേവനും മണിമാളയ്ക്കകത്തുണ്ടായിരുന്നല്ലോ. അല്ല ഗിരിദേവനും മണിമാളയ്ക്കുള്ളിൽ പോയതല്ലേ, അപ്പൊ എന്റെ മോനെ കണ്ടായിരുന്നു ചോദിക്കും. ഗിരിദേവന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഗിരിദേവൻ വാവരെ ഒന്ന് നോക്കുവാണ്. പിന്നീടൊന്ന് പുഞ്ചിരിക്കുവാണ്. ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു, ജീവനെയാണോ കണ്ടേ? എന്തേ ജീവ അവിടെ ഇരിപ്പുണ്ട്, അങ്ങോട്ട് ചെന്നോളാൻ പറയാണ്. പക്ഷേങ്കിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു അറിയുമോന്ന് അറിയില്ല എന്ന് പറയാം. വല്ലാത്ത സങ്കടമായപ്പോ ലീലയ്ക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തന്റെ മോൻ തന്നെ കണ്ട് തിരിച്ചറിയത്തില്ലേ? ഇനിയിപ്പോ ഉണ്ണിമോളെ പോലെ തന്നെയാണോ അവനും? ദൈവമേ, എന്ത് ചെയ്യണം? എന്റെ ഭഗവാനെന്നും പിടിച്ചോണ്ട് അങ്ങോട്ട് ഓടി പോവാണ്. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പം ജീവ അവിടെ ഇരിക്കുന്നുണ്ട്. ജീവയുടെ അരിയിലേക്ക് നിന്നിട്ട് എന്റെ മോനേന്ന് പറഞ്ഞ് വിളിക്കുക. പക്ഷെ ലീലേനെ കണ്ട് ഒരു അപരിചിതയോടെന്ന പോലെയാണ് ജീവയുടെ പെരുമാറ്റം. ജീവ ഇങ്ങനെ അന്തം വിട്ടാണ് നോക്കുന്നത്. ജീവയ്ക്ക് ആരാ എന്താന്ന് പോലും മനസ്സിലായില്ല. മോനെ, നിന്റെ അമ്മയാടാ വിളിക്കുന്നേ. എടാ നീ എന്താടാ എന്നെ ഒന്നും മനസ്സിലാക്കാത്തെ മോനെ എന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്യാണ്? പതുക്കെ കൈ അങ്ങോട്ട് മാറ്റുകയാണ്. ലീല ആരാ എന്താന്ന് പോലും അറിയത്തില്ല. പഴയ ഓർമ്മകളൊന്നും അവന്റെ മനസ്സിലും ഇല്ലല്ലോ. ഇത് കണ്ടപ്പോൾ ലീല അവിടെ നിന്ന് പൊട്ടിക്കരയുക. ജീവയ്ക്ക് മനസ്സിലായി ഇവരാരോ ആണ്, പക്ഷെ ആരാന്ന് പോലും അറിയത്തില്ല. തന്റെ ഓർമ്മയിൽ പോലും ഈ ഒരു മുഖമില്ലാന്ന് പറയാം. ഇപ്പൊ ലീല പെട്ടെന്ന് ഓർത്ത്, ഒരു പക്ഷേങ്കില് സുരേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവൻ മനസ്സിലാക്കുമോ? സുരേനെ കണ്ട തിരിച്ചറിയാതിരിക്കാൻ വഴിയില്ല, ഇവന്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിയാണ്. അങ്ങനെ ലീല ഒരു കാര്യം തീരുമാനിച്ചു. സുരേന്റെ അടുത്തേക്ക് ഇവനെ കൊണ്ടുപോവാണെങ്കിൽ ചിലപ്പോൾ സുരേനെ തിരിച്ചറിയുമായിരിക്കും. അങ്ങനെ ജീവയോട് പറഞ്ഞു, മോനെ എൻ്റെ കൂടെ ഒന്ന് വരാൻ പറയാണ്. പക്ഷെ ജീവ പോകാൻ കൂട്ടാക്കില്ല. മോനെ എൻ്റെ കൂടെ ഒന്ന് വാന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുക. ഈ സമയത്ത് സതി സുര അവിടെ ഉണ്ടായിരുന്നു. സുര അപ്പോഴും കണ്ണടച്ചേനെ കിടക്കുക. അങ്ങനെ ജീവേനും കൊണ്ട് ചെല്ലുന്ന കണ്ടപ്പം സതി ചോദിച്ചു, അല്ല ജീവനെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുക. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാം. അതെ, ചിലപ്പോൾ സുരേനെ കണ്ട ഇവന് മനസ്സിലാവുമായിരിക്കും എന്ന് പറയാം. പിന്നീട് സുര കിടക്കുന്ന മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരിക. സുരേനെ കണ്ടതും ജീവയുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് സുരയുടെ മുഖം ഓർമ്മ വന്നു. സുരേനും വിളിച്ച് ഓടിപ്പോയി അവനെ കുലുക്കി വിളിക്കുവാണ്. ഈ കാഴ്ച കണ്ട് സതിക്ക് ലീലയ്ക്ക് സന്തോഷമായി. അങ്ങനെ
സുര വിളി കേട്ടു. ജീവ വിളിച്ചപ്പോൾ തന്നെ സുര വിളി കേട്ടു. കാരണം അയ്യപ്പസ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവ വന്ന് വിളിക്കുവാണെങ്കിൽ സുര കണ്ണു തുറക്കുമെന്ന്. സുര അങ്ങനെ കണ്ണു തുറന്ന് ചുറ്റും നോക്കുവാണ്. അപ്പോഴാണ് ജീവേനെ കാണുന്നേ. പക്ഷേങ്കില് വേറെ ആർക്കും അല്ല, വേറെ ആരെയും ജീവയ്ക്ക് ഓർമ്മയില്ലായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ടത് ലീലയ്ക്ക് സതിക്ക് സന്തോഷമായി. പക്ഷെ വേറെ ആരെയും ഓർമ്മയില്ല. ഇനി എന്ത് ചെയ്യണമെന്നും അറിയില്ല. സതി പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ആ ഗിരിദേവനോട് തന്നെ ചോദിച്ചു നോക്ക്, എന്തായാലും ഒരു വഴിയുണ്ടോന്ന്. ഗിരിദേവൻ ചിലപ്പോൾ പറഞ്ഞു തരുമായിരിക്കും എന്ന് പറയാം. പക്ഷേങ്കിൽ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. നീ ധൈര്യമായിട്ട് ഇരിക്കില്ലേ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാ. പിന്നീട് ഗിരിദേവനും ബാബനും കൂടെ ഉണ്ണിമോളെയും കൂടെ അങ്ങോട്ട് നടക്കുവാണ്. ഉണ്ണിമോൾക്കാണെ വല്ലാത്ത വിഷമം. തന്റെ മനസ്സ് വേറൊരു മോഹങ്ങളും ഇല്ല. ഈ സമയം ബാബരി ചോദിച്ചു, അല്ലെ എന്നെ പോലും ഉണ്ണിമോൾക്ക് മനസ്സിലായില്ലല്ലേന്ന് ചോദിക്കുക. ഉണ്ണിമോൾ വിളിച്ചു, ഇത് ആരാ ഗിരിദേവാന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗിരിദേവൻ അവിടെ നിന്നു. ഉണ്ണിമോൾ അവിടെ നിൽക്കാൻ പറയാണ്. ഉണ്ണിമോൾ അവിടെ നിന്നു. ഉണ്ണിമോളുടെ തലയെ കൈവച്ച് അനുഗ്രഹിക്കുക. അങ്ങനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് പഴയ ഓർമ്മകളൊക്കെ വീണ്ടും എടുക്കുവാണ്. വീണ്ടും കിട്ടുമോ. ഉണ്ണിമോൾ പതൊക്കെ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ വാവരെ കണ്ടു. വാവരെന്ന് പറഞ്ഞ് വിളിക്കുവാണ്. വാവർക്ക് സന്തോഷമായി. ഉണ്ണിമോൾക്ക് മനസ്സിലായി തന്റെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇത്ര സമയം വരെ ആകെപ്പാടെ ഗിരിദേവന്റെ മുഖം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഗിരിദേവൻ പറഞ്ഞു, ഇനിയാണ് ഉണ്ണിമോൾക്ക് ഏറ്റവും വലിയൊരു കാര്യം നടക്കാൻ പോകുന്നത്. ഇനിയാണ് ഉണ്ണിമോൾക്ക് ഏറ്റവും വലിയ, ഉണ്ണിമോൾക്ക് ഒരു കാര്യമുണ്ട്. ഉണ്ണിമോള് മനസ്സിലാ കാര്യം ഓർമ്മയുണ്ടോന്ന് ചോദിക്കണം. ഉണ്ട്, ആ മണിമാളയ്ക്കകത്ത് ഫുഡ് കൊണ്ടേ കൊടുക്കുന്നത് അത് തന്നെ, അതാണ്. ഇനി ഉണ്ണിമോൾ അത് കൊണ്ടേ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ണിമോളുടെ മനസ്സിൽ നിന്ന് ബാക്കി ഓർമ്മകളെല്ലാം പോകും. അത് ഉണ്ണിമോൾക്ക് ഓർമ്മയുണ്ടോന്ന് ചോദിക്കാം. അത് ഗിരിദേവ, ആ കാര്യം എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയാം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയാം. ഗിരിദേവൻ പറഞ്ഞു, വഴിയുണ്ടെന്ന് പറയാണ്. ഈ സമയം ലീല എന്ത് ചെയ്യുവാണ്, നേരെ ഗിരിദേവനെ ഉണ്ണിമോളെയൊക്കെ അന്വേഷിച്ച് അങ്ങോട്ട് വരുവാണ്. അപ്പോഴാണ് കല്ലൂനെയും ജയന്തനെയും കാണുന്നത്. കല്ലൂനെയും ജയന്തനെയും കണ്ടു കഴിഞ്ഞപ്പം ലീല ജീവേനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തന്റെ മോന് സംഭവിച്ച കാര്യങ്ങളൊക്കെ, മണിമാളയിലേക്ക് കയറി പോയതിനു ശേഷം അവനുണ്ടായ അപകടത്തെക്കുറിച്ചെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം കല്ല് പറഞ്ഞു, ഓഹോ അപ്പൊ അതുകൊണ്ടല്ലേ ചേച്ചി ഉണ്ണിമോളെ ഗിരിദേവനെ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ, ചേച്ചിയുടെ മോനെ രക്ഷിക്കാൻ വേണ്ടി അല്ലേന്ന് ചോദിക്കും. അല്ല അത് മോളെ ഞാൻ, എന്നാലും ചേച്ചി ഇത്ര ക്രൂരാവാൻ പാടില്ലായിരുന്നു. പാവ ഉണ്ണിമോള് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഓർമ്മശക്തി പോലും ഇല്ല അവക്ക്. അവിടെ അവളുടെ മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ട് എന്നും പറഞ്ഞ് ഞങ്ങൾ ഏൽപ്പിക്കുമെന്ന് ചോദിക്കാം. അല്ല മോളെ, അല്ല ചേച്ചിയുടെ ആഗ്രഹം നടന്നല്ലോ, ചേച്ചിക്ക് ചേച്ചിയുടെ മോനെ തിരിച്ചു കിട്ടിയല്ലോ. മോളെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാലും എൻ്റെ മോൻ ഇപ്പോഴും ഓർമ്മശക്തി ഇല്ല എന്ന് പറയാ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ ഗിരിദേവനോ ചിലപ്പോൾ എൻ്റെ മോളെ രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഒരു മാർഗം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. ജയന്തൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഞങ്ങൾക്കും അറിയത്തില്ല. ഇതൊക്കെ ചേച്ചിക്ക് ആദ്യമേ തന്നെ ഒന്ന് പറയാൻ വരായിരുന്നോ, ചേച്ചി ഞങ്ങളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ എന്ന് പറയാം. അതെന്റെ തെറ്റാ, എൻ്റെ മോനെ വീണ്ടെടുക്കാനുള്ള സ്വാർത്ഥതയായിരുന്നു, അതുകൊണ്ട് എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമെന്ന് പറയണം. കല്ലുപറഞ്ഞ്, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. ഒരു പക്ഷെ കിഴക്കേ വാതിൽ നടന്ന പോലെ തന്നെ എന്തെങ്കിലും സംഭവം ഇവിടെ നടക്കണമെന്ന് പറയാം. ലീല പറഞ്ഞു, അതൊക്കെ അറിഞ്ഞോണ്ടാ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. ഒരു പക്ഷേങ്കിൽ ഈ മണിമാളയിൽ അകപ്പെട്ട എൻ്റെ മോനെ രക്ഷിക്കാനായിട്ട് ഗിരിദേവനും ഉൾമോൾക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാം. കല്ലുവിനും ജയന്തനും ഒക്കെ ഇതൊക്കെ ഇട്ട് വല്ലാത്ത സങ്കടം ഉണ്ടാകുന്നുണ്ടായിരുന്നു. കാരണം ഉണ്ണിമോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ സമയത്ത് ഗിരിദേവന്റെ അടുത്തേക്ക് ജീവ വരുന്നുണ്ട്. അങ്ങനെ ജീവയും കൂടെ വന്നു കഴിഞ്ഞപ്പം ഉണ്ണിമോളോടും ജീവയോടുമായിട്ട് ഗിരിദേവൻ പറഞ്ഞു, അതെ നിങ്ങളിനി മണിമാളയ്ക്കകത്തേക്ക് പോകണം, ഉണ്ണിമോളോടായിട്ട് ആ ദൗത്യം ഏൽപ്പിക്കണം. ഉണ്ണിമോൾ ചെന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്വാദിഷ്ടമായ വിഭവങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറയാം. ഈ സമയം ഉണ്ണിമോൾ ചോദിച്ചു, ഞാൻ എങ്ങനെ കൊടുക്കും ഗിരിദേവ, എനിക്ക് എവിടുന്ന് കൊടുക്കാൻ പറ്റും, എൻ്റെ കയ്യിൽ അതിന് ആഹാരമൊന്നും ഇല്ലെന്ന് പറയണേ. ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോൾ അതേക്കുറിച്ചൊന്നും വിഷമിക്കണ്ട, അവർക്ക് സ്വാദിഷ്ടമായ ആഹാരം ഞാൻ കൊടുത്തോളാം. ഉണ്ണിമോളുടെ മുന്നിലും പിന്നിലും ഞാനും ഗിരിദേവനും ഞാനും ബാബരും ഉണ്ടാവും, മോളിൽ അയ്യപ്പസ്വാമി ഉണ്ടാവും. അതുകൊണ്ട് ഉണ്ണിമോൾ ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് മണിമാളയിലേക്ക് കയറിപ്പോക്കോ, ജീവയോ ഒപ്പം പൊക്കോ. ഉണ്ണിമോൾക്ക് ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. കാരണം ഉണ്ണിമോളെ ഓർമ്മശക്തി തിരികെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേങ്കിൽ മണിമാളയ്ക്കുള്ളിലുള്ള ആൾക്കാർക്ക് അറിയത്തില്ലോ, കൂടെയുള്ള അയ്യപ്പസ്വാമി ഒന്നും അവർക്ക് അറിയത്തില്ലല്ലോ. ഉണ്ണിമോൾക്ക് ധൈര്യം കൊടുത്ത ഉണ്ണിമോളെ തിരികെ മണിമാളയിലേക്ക് കയറ്റി വിടുക. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന ആ മണിമാളയ്ക്കുള്ളിലുള്ള സ്ത്രീയും പുരുഷൻ ആരാണ്, അവരവിടെ താമസിക്കുന്നത് എന്തിനാ, അവരുടെ വരവിന്റെ ഉദ്ദേശം എന്താണ്, ഹനുമാൻ സ്വാമിയും ഉണ്ണിമോളെ രക്ഷയ്ക്കൊക്കെ എത്തുന്നുണ്ട്, അതെന്തിനാന്നൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.